ഞാൻ അഞ്ജു. എൻ്റെ ചാനലാണ് അഞ്ജുസ് പ്ലാനറ്റ്. ഞാൻ അതിൽ കൂടെ ചെടിയുടെ സെയിൽ ഉദ്ദേശിച്ച് തുടങ്ങിയ ചാനലാണ് കേട്ടോ. എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു ഒരു ചാനൽ, അതൊരു കുക്കിംഗ് ചാനലായിരുന്നു. അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഇതിപ്പോൾ തുടങ്ങിയിട്ടൊരു 4-5 മാസമായി. 5 മാസം ആയില്ലെന്ന് എനിക്ക് തോന്നുന്നത്. നേരത്തെ ഞാൻ ഓൺലൈൻ സെയിലും ചെയ്തുകൊണ്ടിരുന്നതാണ്, പക്ഷേ യൂട്യൂബിൽ ചെയ്തിട്ടില്ല. ഫേസ്ബുക്കിൽ ഗ്രൂപ്പ് വഴിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ ഒരു 3 വർഷം മുമ്പ് വരെയായിരുന്നു കേട്ടോ. അതൊരു 2 വർഷത്തോളം ചെയ്ത് കുഴപ്പമില്ല, നല്ല രീതിയിൽ വന്നതാണ്. പിന്നെ എൻ്റെ സാഹചര്യം മോശമായപ്പോൾ ഞാനത് പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ നിർത്തിയതായിരുന്നു. അപ്പം ഇപ്പോൾ വീണ്ടും അതേപോലെ ഇപ്പം ഇത് തുടങ്ങാൻ കാരണം എന്ന് പറഞ്ഞാൽ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടായിട്ടോ, എൻ്റെ കൂട്ടുകാരിയായിട്ടുള്ള എൻ്റെ ചേച്ചിയാണ്. വെറും ഫ്രണ്ടെന്ന് പറയാൻ പറ്റത്തില്ല, എൻ്റെ സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ തന്നെ. സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും കൂടെ നിൽക്കുന്ന കട്ടച്ചങ്ക്. അപ്പോൾ ചേച്ചി ഇതുപോലെ തന്നെ ഓൺലൈൻ സെയിൽ ചെയ്തുകൊണ്ടിരുന്നു. അപ്പം ചേച്ചിക്ക് സുഖമില്ലാതെ വന്ന് അങ്ങനെ പുള്ളിക്കാരി നിർത്തിയത്. അപ്പം ആദ്യം ഞങ്ങൾ ചാനൽ തുടങ്ങിയപ്പോൾ സെയിൽ ചെയ്ത് ചേച്ചിയുടെ ഞാൻ വാട്ടർ പ്ലാന്റും പിന്നെ ചേച്ചിയുടെ അടുത്ത് ഒരുപാട് അടീനി ഇരിപ്പുണ്ടായിരുന്നു, പഴയ സെയിലിന് വാങ്ങിച്ചത്. അതാണ് ഞങ്ങൾ ആദ്യം സെയിൽ ചെയ്ത് തുടങ്ങി. പിന്നെ അതെല്ലാം ഞങ്ങൾ ക്രിക്കറ്റായി നേരത്തെ അങ്ങനെയായിരുന്നു കേട്ടോ. അവിടെ നിന്ന് വരുത്തുന്ന അടീനിയമാണ്. ചെടിയെക്കുറിച്ച് അറിയാവുന്നവർ ഞങ്ങൾ വരുത്തുമ്പോൾ തന്നെ അതേ തൈ അതേപോലെ വാങ്ങിക്കും. അടീനിയത്തിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാവുന്നവരാണെങ്കിൽ അങ്ങനെ വാങ്ങിക്കും. അല്ലാത്തവർ കൂടുതൽ അറിയാൻ മേലാത്തവരെ ചെടി കാണുമ്പോൾ ഈ ഒരു ചെറിയ ചെടിയാണല്ലോ എന്നൊക്കെ ഉള്ളതിൽ പിന്നെ അത് നമ്മൾ പിന്നെ ആ ചെടി വളർത്തി പൂവായി കഴിയുമ്പോഴാണ് അത് കൊടുക്കുന്നത്. നല്ല ആരോഗ്യമൊക്കെ വെച്ച് കഴിയുമ്പോൾ. ഞാനിപ്പോൾ ഇങ്ങനെ ഈ വീഡിയോ ഇടാൻ കാരണം അതൊന്നും അല്ല കേട്ടോ. ഞാൻ ഈ വേറെ എൻ്റെ ഫ്രണ്ട്സെന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ കൂടെ പരിചയപ്പെട്ടതോ ഒക്കെ അങ്ങനെ പരിചയപ്പെട്ട 2-3 പേരുടെ വീഡിയോ എൻ്റെ ചാനലിൽ അവരുടെ നമ്പറും കൊടുത്ത് ഞാനിട്ടു. അപ്പം എന്നോട് ചിലർ ചോദിച്ചാൽ അങ്ങനെ ഇടുമ്പോൾ എൻ്റെ ചെടിയുടെ സെയിലല്ലേ കുറയുന്നത്, അവരുടെ നമ്പറും കൊടുത്തു കഴിയുമ്പം പിന്നെ എനിക്ക് ദോഷമായിട്ട് വരത്തില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല, കാരണം എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. കാരണം ഞങ്ങൾ ഈ യൂട്യൂബിൽ തുടങ്ങിയ ഞങ്ങൾ ഒരുപാട് പേരോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചു. ഈ ചെടി എടുക്കുന്നത് എവിടെ നിന്നാണ്, നമുക്ക് വേറെ നേരിട്ട് പോയി എടുക്കാൻ പറ്റുന്ന സ്ഥലമുണ്ടോ, അങ്ങനെയൊക്കെ ഈ ഗാർഡൻ നടത്തുന്നവർ സെയിൽ ചെയ്യുന്നവരോടൊക്കെ ഞങ്ങൾ കുറേ പേരോട് ചോദിച്ചു. പക്ഷെ ആരും ഇതിനെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞു തരത്തില്ല. ഒരു മനുഷ്യർ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചെടി സെയിൽ ചെയ്യുന്ന ഒരു മനുഷ്യരും ഇതിനെക്കുറിച്ചുള്ള ഒരു കാര്യവും പറഞ്ഞു തരത്തില്ലെന്ന് ഞങ്ങൾക്ക് അതോടെ മനസ്സിലായി. ഒരുപാട് പേരോട് ഞങ്ങൾ ചോദിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കും അതിപ്പം എനിക്ക് മനസ്സിലായി. ഇപ്പം എന്നോട് ഇങ്ങനെ ഓരോരുത്തർ ചോദിച്ചപ്പോൾ മനസ്സിലായി. അപ്പം നമുക്കത് പറഞ്ഞു തന്നാൽ അവരെ അത് ബാധിക്കും, അവരുടെ സെയിലിനെയൊക്കെ അത് ബാധിക്കും എന്നുള്ളത് കൊണ്ടായിരിക്കും. അതാവും അല്ലേ, പിന്നെ അവരങ്ങനെ പറഞ്ഞു തരാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ എന്നെ സംബന്ധിച്ച് എന്നോട് ആരെന്ത് സഹായം എന്ത് ചോദിച്ചാലും എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കും. അതുപോലെ അവരുടെ കുറച്ച് ചെടിയുണ്ട്, അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് വീഡിയോ ഒക്കെ ഇടുകയെന്ന് വെച്ചാൽ അതും ഞാൻ ചെയ്യും. എനിക്കതിലൊരു മടിയില്ല. അപ്പോൾ എല്ലാവരും ചോദിക്കും നിൻ്റെ ചാനൽ ഓടാനല്ലേ എന്ന്. അങ്ങനെ ചാനൽ ഓടാനാണ് എനിക്ക് എൻ്റെ വീഡിയോ മാത്രം ഇട്ടാൽ പോരെ. പക്ഷേ ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചിട്ട് എനിക്ക് ആരും നമുക്കൊരു നല്ല മറുപടി തന്നില്ല, സഹായമാകുന്ന രീതിയിലുള്ള. അപ്പോൾ എന്നോട് ആര് ചോദിച്ചാലും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഉപകാരമാണോ, എനിക്കറിയാവുന്ന കാര്യമാണോ ഞാൻ പറഞ്ഞു കൊടുക്കും. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഉപകാരമാണ് ഞാൻ ചെയ്തും കൊടുക്കും. അത് ഇനി എൻ്റെ ചാനൽ എത്ര വളർന്ന് വലുതായാലും എത്ര ചെറുതായിപ്പോയാലും ഞാനത് ചെയ്യും.